കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ആരാ ഇവര്? നിങ്ങൾ രണ്ടുപേരും ഒരേ ചായയാണല്ലോ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. അയാള് നിന്നെപ്പോലെ തന്നെ ഉണ്ടല്ലോ ബോബി. ഇവരെ കണ്ടിട്ട് നോൺസിംഗ് ഫാമിലി പോലെ ഉണ്ട്. ഇല്ല, നോൺസെൻസ് ഫാമിലി പോലെ ഉണ്ട്. അകത്തേക്ക് പോയ ഉടനെ അച്ഛന്റെ അമ്മയുടെ കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങണം. വാട്ട്? മോം പറഞ്ഞത് കേട്ടോ? എന്താ ബേബി? ഞാൻ അഖിലിന്റെ പാരന്റ്സിന്റെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിക്കണമെന്ന്. നീ ഇത് ഏത് കാലത്തിലാ ജീവിക്കുന്നത് അഖിൽ? ഇക്കാലത്ത് ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ എന്തിനാ? നിങ്ങളെന്താ പറയുന്നേ? അതെ അതെ, മോൾ അമ്മയുടെ തന്നെ, അച്ഛനാണെങ്കിൽ ഭാര്യയ്ക്ക് അടിമ. അമ്മയുടെ ഭരണമാണ്. ക്യാരക്ടേഴ്സ് ഏതാണ്ട് മനസ്സിലായി. ഹായ് കാർത്തിക. ഹലോ സുമ ആന്റി. ഇവരെന്താ മാഗ്നറ്റോ ആണിയും പോലെ ഒട്ടിപ്പിടിച്ചല്ലോ. ആ മോം, ഞാൻ പറഞ്ഞിരുന്നില്ലേ സുമ ആന്റി. ഹലോ സുമ, നൈസ് ടു മീറ്റ് യു. നിങ്ങളെ കുറിച്ച് ബേബി എന്നോട് പറഞ്ഞു. കല്യാണത്തിന് നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള ഡയമണ്ട് നെക്ലേസ് തരാം. താങ്ക് യു സോ മച്ച്. ഹലോയോടെ തീർന്നെന്ന് കരുതി ഗിഫ്റ്റ് വരെ എത്തിയോ അവരുടെ ഫ്രണ്ട്ഷിപ്പ്? നാളെ ഈ വീട്ടിൽ വരുമ്പോ എന്റെ ബേബിയെ നിങ്ങളല്ലേ നോക്കേണ്ടത്? നല്ല കാര്യായി. കാർത്തിക എന്റെ സ്വന്തം അനിയത്തിയാ. ഇളയമ്മേ. അതേടാ, ഞാൻ പ്രസവിച്ച് എന്റെ മോളെ പോലെ നോക്കിക്കോളാന്ന്. ഈശ്വര, ഇവർക്ക് പറ്റിയ കൂട്ട് തന്നെ കിട്ടി. ഇനി ഇവരെ സഹിക്കാൻ പറ്റില്ല. വാ, വരൂ വരൂ. വരൂ വരൂ. നിങ്ങൾ പൊയ്ക്കോളൂ പൊയ്ക്കോളൂ. എന്താ ആവട്ടെ. കാർത്തിക വലത് കാലം വെച്ച് അകത്തേക്ക് കയറുവാ. എനിക്ക് അങ്ങനെയുള്ള സെന്റിമെന്റ്സ് ഒന്നും ഇല്ല. ഇവള് കാലെടുത്ത് വെച്ചപ്പോ തന്നെ കറണ്ട് പോയി. നാളെ ഇവിടെ ജീവിക്കാൻ വരുമ്പോ എന്തൊക്കെ നടക്കുവോ എന്തോ. അയ്യോ അച്ഛ, കറണ്ട് പോയി. ഭയങ്കര ഇരുട്ടാണ് അച്ഛാ. എനിക്ക് പേടിയാവുന്നമ്മ. പേടിക്കണ്ട, ഞാൻ പോയി ക്യാൻറ്റീൻ എടുത്തിട്ട് വരാം. ഐ എം റിയലി സോറി. ഞാൻ പോയി ക്യാൻറ്റീൻ എടുത്തിട്ട് വരാം. അതിന്റെ ആവശ്യമില്ല. ഇത് ആദ്യമായിട്ട് നടന്ന തെറ്റല്ലല്ലോ.
നീ കാലെടുത്ത് വെച്ചപ്പോ തന്നെ കറണ്ട് പോയതിന് സോറി. എനിക്ക് അങ്ങനെ ഒരു സെന്റിമെന്റ്സും ഇല്ല അഖിൽ. ശരി ശരി, വരൂ ആന്റി, എല്ലാരും പരിചയപ്പെടുത്താം. വരൂ വരൂ. വാ. ഓ അച്ഛാ, ഇത് കാർത്തിക ആന്റി അങ്കിൾ. നമസ്തേ പെങ്ങളെ. നമസ്കാരം. നമസ്കാരം അളിയ. നിങ്ങളെ തന്നെ അളിയ. നമസ്കാരം ചേട്ടാ. നമസ്കാരം ചേച്ചി. ഹായ് ആന്റി. ഹായ് അങ്കിൾ. അഖിൽ, ആ ഇവരൊക്കെ ആരാ? ഇത് ഭാസ്കരനേട്ടൻ, ഇത് ഭാവനേട്ടത്തി. ഹായ്. ഹായ്. സന്ധ്യ എടുത്തയുടെ അച്ഛനും അമ്മയും. ഹായ്. ഇത് വസു എടുത്തയുടെ അച്ഛനും അമ്മയും. ഹായ്. ഹലോ. അഖിൽ, നിന്റെ അഭിയേട്ടനും കുട്ടികളും ഒക്കെ എവിടെ? ഏട്ടനും ഏട്ടത്തെയും പിള്ളേരും കൂടി മുകളിൽ ഇരിക്കുക ആന്റി. കുഞ്ഞുങ്ങളെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. നൈസ് ഹൗസ് അല്ലേ ഏട്ടാ? അതെ 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 അതെ. പക്ഷെ കുറവ് ഇന്റീരിയർ കുറച്ചുകൂടി പോഷായിരുന്നു, നന്നായിരുന്നു. എന്താ അങ്ങനെയല്ലേ? അത് തന്നെ അത് തന്നെ. അതെ അതെ. അഖിൽ, ആന്റിക്കും അങ്കിളിനും കൂൾ ഡ്രിങ്ക്സ് എടുത്തോണ്ടോ? ഇപ്പൊ വേണ്ട, ഒരുമിച്ച് ഡിന്നർ അങ്ങ് കഴിച്ചേക്കാം. ബേബി, നിനക്ക് എന്തെങ്കിലും വേണോ? നോ മോം. അഖിൽ, അല്ല, കേക്ക് കട്ട് ചെയ്യാൻ എത്ര മണിയാവും? മോമിന് ഏർലി ഡിന്നർ കഴിച്ച ശീലം. ഇവരെന്നെ പോലെ തന്നെയാ കൃത്യമായി ആളെയാ കിട്ടിയിരിക്കുന്നത്. കാർത്തികയുടെ കുടുംബത്തിന് ഇവിടെ ആർക്കും ഇഷ്ടമായിട്ടില്ലെന്ന് തോന്നുന്നു. ഏട്ടത്തിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. ഒരുപക്ഷെ മനസ്സ് മാറുന്നതിന് മുമ്പേ ഇപ്പൊ തന്നെ നല്ലത് പറയണം. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. എന്താ എടുത്തി ഒരുമാതിരി നിൽക്കുന്നേ? ഇവന് പ്രേമിക്കാൻ വേറെ പെണ്ണിനൊന്നും കിട്ടിയില്ലേ? അവക്കെന്താ കൊത്തിവെച്ച ശില പോലെ ഇരിക്കല്ലേ? സൗന്ദര്യം കൊണ്ട് മാത്രം കാര്യമുണ്ടോ? മുതിർന്നവരെ എങ്ങനെയാ ബഹുമാനിക്കുന്നതെന്ന് അറിയില്ല അവൾക്ക്. ആ വസു ആണെങ്കി നിങ്ങളെ വല വീശി പിടിക്കാൻ വേണ്ടിട്ടാ ഏട്ടന്റെ ഏട്ടത്തിയുടെ കാലിൽ വീണത്. പാവം, ഈ പെണ്ണിന് അങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ലാന്ന് തോന്നെടുത്തി. അഖിലിനെ പേരെടുത്തല്ലേ വിളിക്കുന്നത്? ഈ കാലത്തെ പിള്ളേരൊക്കെ അങ്ങനെ തന്നെയല്ലേ എടുത്തി? അമ്മയ്ക്കാണെങ്കിൽ ഭാവനേട്ടത്തിയോട് വലിയ ദേഷ്യമാ. ഇനി കാർത്തികയുടെ ഫാമിലിയോട് എങ്ങനെയായിരിക്കും? അവളുടെ അമ്മ ഭയങ്കര പൊങ്ങച്ചക്കാരിയാ. അയാളാണെങ്കിലോ അവര് പറയുന്നതിനെല്ലാം തലയാട്ടി മൂളിക്കൊണ്ടിരിക്കുന്നു. നാളെ ഒരു സമയത്ത് നമ്മുടെ അഖിലിന്റെ സ്ഥിതിയും ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല എടുത്തി. ആദ്യം കല്യാണം നടക്കട്ടെ. ആ പെണ്ണ് എങ്ങനെ ഇരിക്കണം, എങ്ങനെ നടക്കണമെന്ന് ഞാൻ അടുത്തിരുന്നെല്ലാം പറഞ്ഞു കൊടുത്തോളാം. ഏട്ടത്തിക്ക് പറ്റിയതുപോലെ ഞാൻ അവളെ മാറ്റിയെടുത്തോളാം. എന്താവോ, നല്ലവരെ പറ്റി മോശമായിട്ടും മോശക്കാരെ പറ്റി നല്ലതായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ വെപ്രാളത്തില് ഇവിടെ പറയേണ്ടത് അവിടെയും അവിടെ പറയേണ്ടത് ഇവിടെയും പറഞ്ഞ വലിയ പ്രശ്നം തന്നെ ഉണ്ടാവുമല്ലോ. ഈ ഫംഗ്ഷൻ ഇനി എപ്പോ തുടങ്ങുമോ എന്തോ. നിങ്ങള് ഭക്ഷണത്തിനുള്ള ഏർപ്പാടൊക്കെ നോക്ക്. ഓക്കെ സാർ. രാമനും സീതയും പോലെയുണ്ട്.
കണ്ടോ ഏട്ടത്തി, കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പേ വീട്ടില് വരുന്നത്, അബിയുടെ ബെഡ്റൂമിൽ പോകുന്നത്, അബിയുടെ കൂടെ ജോഡിയായിട്ട് വരുന്നത്. നേരത്തെ ഈ വീട്ടിലെ മരുമോളായതുപോലെയാ പോസ് ഇട്ടോണ്ട് അവള് നിൽക്കുന്നത്. കാണുന്നുണ്ട്. ഇപ്പോഴാ എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായത്. കണ്ടില്ലേ, അഭിമനും വസുവിനും എന്ത് നല്ല ചേർച്ചയല്ലേ. ജോഡിപ്പൊരുത്തം വളരെ നല്ലതാ. അതെ സുശീല, നമ്മുടെ തീരുമാനം തെറ്റിയിട്ടില്ലെന്നും വസുവിന് നമ്മൾ നല്ലതാണ് ചെയ്തതെന്നും ഇവരെ ഇങ്ങനെ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. വസു ഈ വീട്ടിൽ വളരെ സന്തോഷവതിയായിരിക്കും. പക്ഷേ നമ്മൾ മറച്ചുവെച്ച കാര്യം അവരറിഞ്ഞാ എന്താകുമെന്നാ പേടി. ഈ സന്തോഷിക്കേണ്ട സമയത്ത് അതിനെക്കുറിച്ച് എന്തിനാ സംസാരിക്കുന്നേ? കുറച്ചു നേരത്തേക്ക് അതെല്ലാം മറന്നേക്ക്. സീതയും രാമനും പോലെ ഉണ്ടല്ലേ ഏട്ടാ? എന്റെ കണ്ണില് പാർവതി പരമേശ്വരന്മാരായിട്ടാ കാണുന്നേ. ഏട്ടാ, അബിയുടെ കൂടെ നമ്മുടെ സന്ധ്യ വരുന്നത് പോലെ തോന്നുന്നു അല്ലേ? നിനക്കും അങ്ങനെ തന്നെ തോന്നിയോ? എന്റെ കണ്ണുകൾക്കും വസുവിനെ സന്ധ്യയായിട്ടാ കാണുന്നത്. ജോഡി എന്നൊക്കെ പറഞ്ഞ ഇതാണ് ജോഡി. നോക്കിയേ, നല്ല ചേർച്ചയുണ്ടല്ലേ? അതെ ബോബി, ഏട്ടന് നല്ല കൂട്ട് തന്നെ കിട്ടിയത്. ഏട്ടനും ഏട്ടത്തെയും മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഇവളെ കുറിച്ചാണോ നീ എന്നോട് പറഞ്ഞത്? അതെ മോം, പേര് വസുന്ധര. ഭർത്താവ് മരിച്ചതിന്റെ വിഷമം അല്പം പോലും ഇല്ലല്ലോ അവളുടെ മുഖത്ത്. ഇല്ല. പക്ഷേ നിന്റെ വല്യേട്ടന്റെ മുഖത്ത് കുറച്ച് വിഷമമുള്ളത് പോലെ ഉണ്ടല്ലോ. ഉണ്ട്. എല്ലാരും വരണം, കുട്ടികൾ എത്തിയിട്ടുണ്ട്. നെഞ്ചം വിട്ട് പാറി പറന്നേ, മേഘക്കൂട്ടം മേലെ കെട്ടും കൊട്ടക്കെട്ടും ചാരെ ചെല്ലുന്നേ, നോട്ടം വെച്ച മാടപ്പെട്ടി തട്ടിപ്പൂട്ടി കയ്യിൽ വെക്കണ്ടേ, നോട്ടം തെറ്റി പട്ടിയിലുള്ള പൊന്നും തട്ടിത്താഴെ പോവല്ലേ. ആരു തരുമായ മേടയുടെ കാറ്റോല്, രാത്രികളിൽ ആകാശം പാണിടുമൊരാട്ടോല്. എന്താ മോളെ വസു നീ മാറി നിൽക്കുന്നത്? വന്ന അബിയുടെയും മക്കളുടെയും കൂടെ വന്ന് നിൽക്ക്. അതിന് അവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. അതിനു മുന്നേ എന്തിനാ? നിശ്ചയമൊക്കെ കഴിഞ്ഞല്ലേ, അപ്പോ കല്യാണം കഴിഞ്ഞ പോലാണല്ലോ. നീ ചെല്ലു വസു. അനിയത്തിമാര് കേക്ക് മുറിക്കാൻ പോവല്ലേ? വാ. വാ അമ്മ. Oh yeah, I got a story about two brothers. Oh yeah, them, they're gonna make it now. They're gonna take you down. Come on, girl. ചെറുജില്ലയിൽ പകലന്തിയിൽ ഒരു പോലെ വന്നെത്തിനാം, ഇരുമയുമായി ഒരു ജീവനായി ഇനി പോയിടാം. ഇനി നിന്നിലും എന്നിലും തങ്ങിടും അങ്ങനെ എന്നും ഈ സൗഹൃദം.
പോലെ വന്നെത്തി ഇരുമയുമായൊരു ജീവനായി ഇനി പോയിടാം. താങ്ക് യു. അനു, കീർത്തി, ഇനി നിങ്ങൾ അമ്മയുടെ വായിൽ വെച്ചു കൊടുത്തേ. കേട്ടോ ഏട്ടത്തി, അവൻ എന്താ പറയുന്നേന്ന്? ആദ്യം അമ്മൂമ്മക്കേ കൊടുക്കൂ. അങ്ങനെയല്ല, അച്ഛന് കൊടുത്തതിന് ശേഷം നമ്മൾ അമ്മയ്ക്കാ കൊടുക്കേണ്ടത്. ഡാഡിക്ക് കൊടുത്താ പിന്നെ എപ്പോഴും അമ്മൂമ്മക്കാ കൊടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ അമ്മ ഇവിടെ ഇല്ലേ, അപ്പൊ അമ്മയ്ക്കല്ലേ കൊടുക്കേണ്ടത്. തെറ്റാണ് ഉണ്ണി, അങ്ങനെ പറയരുത്. ഇതിലെന്തിരിക്കുന്നു മോളെ? അനുവിനും കീർത്തിക്കും അഭയും നീ ഒരുപോലെയല്ലേ? ഞാൻ പറഞ്ഞത് കറക്റ്റ് തന്നെയല്ലേ അപ്പൂപ്പ? തീർച്ചയായും നീ പറഞ്ഞത് കറക്റ്റാ. അനു, കീർത്തി, അമ്മയ്ക്ക് കേക്ക് കൊടുക്കൂ. വേണ്ട മോളെ, ആദ്യം അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒക്കെ കൊടുക്ക. അപ്പൂപ്പ, അമ്മൂമ്മേ, ആദ്യം നിങ്ങൾക്ക് കേക്ക് തരണോന്ന്. വാ അമ്മൂമ്മേ. ഇനിയെങ്കിലും നിനക്ക് കൊടുത്തൂടെ മോളെ? ഇനി ഒരുപാട് മുതിർന്നവരുണ്ടല്ലോ അച്ഛാ, അവർക്ക് ശേഷം ഞാൻ കേക്ക് കൊടുത്തോളാം. ഏട്ടത്തിയുടെ പുതിയ മരുമോള് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ. ഏട്ടത്തിയിൽ നിന്ന് നല്ല മാർക്ക് വാങ്ങാൻ എന്തൊക്കെയാ ചെയ്യുന്നത്? അപ്പൂപ്പ, അമ്മൂമ്മേ, ഇപ്പൊ നിങ്ങളാ. അമ്മൂമ്മ, അപ്പൂപ്പ, നിങ്ങള് കൂടെ ഇങ്ങോട്ട് വാ. അനിയത്തിമാർക്ക് നിങ്ങളും അനുഗ്രഹം കൊടുക്കണ്ടേ? അമ്മേ, ഇനിയെങ്കിലും അമ്മക്ക് കേക്ക് കഴിച്ചൂടെ? കേക്ക് കൊടുക്കു വസു. കണ്ടോ ഏട്ടത്തി, മരുമക്കള് കണ്ണുകൾ കൊണ്ട് എന്തൊക്കെയാ പറയുന്ന നോക്ക്. ഇപ്പൊ കണ്ണുകൊണ്ട് സംസാരിക്കും, നാളെ അവര് നേരിട്ട് സംസാരിക്കും. ഇളയമേ, ചുമ്മാ നോക്കി നിൽക്കാതെ പോയി കേക്ക് കട്ട് ചെയ്ത് കൊടുക്ക. ഞാൻ എന്തിനാടാ? അവർക്ക് എന്നെ കണ്ണിന് നേരെ കണ്ടൂടാ. ഇളയമോട് കഴിക്കാനല്ല, കുട്ടികൾക്ക് കൊടുക്കാനാ പറഞ്ഞ. ഇഷ്ടം പോലെ കഴിച്ചടാ, ഇനിയൊന്നും വേണ്ട. അതുകൊണ്ടാ ഇളയമേ കാണുമ്പോ അവർക്ക് ദേഷ്യം വരുന്നേ. അങ്കിൾ, ആന്റി, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. ഏട്ടാ, ഏട്ടത്തി, നിങ്ങളും വേഗം വന്ന് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്ക. ബോബി, എന്താ നോക്കി നിൽക്കുന്നേ? പോയി അനുഗ്രഹം കൊടുക്ക. എല്ലാരും ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ. അച്ഛാ, ഒരു ഫാമിലി ഫോട്ടോ എടുക്കാം. ആ, എല്ലാരും അങ്ങോട്ട് പോയി ഡിന്നർ കഴിച്ചോട്ടെ. ഇനി നമുക്ക് ഫോട്ടോഷൂട്ട്.